ഹേയ് ഗായ്സ്, ഇന്ന് നമ്മൾ മിക്ക ഷോപ്പേഴ്സിൻ്റെയും ഡ്രീം പ്ലേസ് ആയിട്ടുള്ള സരോജിനി മാർക്കറ്റാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. സോ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നിങ്ങളിപ്പോൾ കാണുന്നതാണ് സരോജിനി മാർക്കറ്റിൻ്റെ എൻട്രി പോയിന്റ്. ഇതിനകത്തും പുറത്തും ചെറുതും വലുതായിട്ടുള്ള കുറേ കടകളുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ സെല്ലേഴ്സ് നമ്മൾ ഓരോന്നും പറഞ്ഞ് ക്യാൻവാസ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. സരോജിനിയുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബാർഗെയിനിങ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് ഇവിടുന്ന് ക്വാളിറ്റി ക്ലോത്തിങ് കൊണ്ടുപോകാൻ പറ്റും. ഈ കാണുന്ന വൈറ്റ് ടോപ്സ് എല്ലാം തന്നെ 50 രൂപീസിന് സെയിലിന് വെച്ചിരിക്കുന്നതാണ്. പിന്നെ സൈഡ് ബാഗും സ്ലിംഗ് ബാഗും അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട്. എല്ലാം 150 പറയുന്നത്, ബട്ട് നെഗോഷ്യബിൾ ആണ്. പിന്നെ ഇയറിംഗ്സും ബ്രേസ്ലെറ്റ്സും ഇതെല്ലാം 10 to 20 ആ റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. വൈഡ് വെറൈറ്റി ഓഫ് ഷൂസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ കാണുന്ന ഷർട്ട്സിനെല്ലാം തന്നെ 300-400 ഒക്കെയാണ് റേഞ്ച് പറയുന്നത്, ബട്ട് നെഗോഷ്യബിൾ ആണ്. പിന്നെ ഹൈ ക്വാളിറ്റി വേഴ്സിറ്റി ജാക്കറ്റ്സും വിൻറ്റേജ് ജാക്കറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എല്ലാത്തരം ബുക്സും ഇവിടെ കിട്ടും. ഈ കാണുന്ന കാർഗോ പാൻസ് എല്ലാം തന്നെ 250 സെയിലിന് വെച്ചിരിക്കുന്നതാണ്. ഈ സെയിൽ എമൗണ്ടിൽ നിന്ന് അധികം അവർ റെഡ്യൂസ് ചെയ്യില്ല. ഈ കാണുന്ന സെറ്റ് ഇവർ 600-550 ഒക്കെയാണ് പറഞ്ഞ് ലാസ്റ്റ് 450 ഞാനിത് മേടിച്ചു. പിന്നെ കുറച്ച് സൺഗ്ലാസ് ഒക്കെ ട്രൈ നോക്കി, ബട്ട് എനിക്ക് അധികമൊന്നും ഇഷ്ടമായില്ല. ഞാൻ ഒരു പ്ലെയിൻ ഗ്ലാസ് മേടിച്ചു. ഗൈസ്, ഇവിടെ കറക്റ്റ് ഇപ്പോൾ എന്തോ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ആൾക്കാരൊക്കെ ചുറ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഷോപ്പ് കീപ്പേഴ്സൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെക്കുന്നു, കട അടയ്ക്കാൻ പോകുന്നു. ഇനി വല്ല ബോംബ് ഭീഷണി വല്ലതും ആണോ ഇറങ്ങി ഓടണോ എന്നുള്ള ഡൗട്ടിൽ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ആരോടെങ്കിലും ചോദിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഇവരെ കിടന്ന് ഓടുന്നത് ഈ പോലീസുകാരെ ഈ വണ്ടിയും കണ്ടിട്ടാണ്. ഈ വണ്ടിയും പോലീസുകാരും പോയടനെ തന്നെ എല്ലാ സാധനങ്ങളും തിരിച്ചു വന്നു. ഷോപ്സൊക്കെ ബാക്ക് ടു നോർമലായി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോപ്സിൻ്റെ പുറത്ത് വെളിയിൽ വെച്ച് സെല് ചെയ്യുന്ന സാധനങ്ങൾ ഇവർ എടുത്തുകൊണ്ട് പോകും, ഫൈനും അടിക്കും, പിന്നെ തിരിച്ചു കൊടുക്കില്ല. അതാണ് സംഭവം. ഞാൻ ഇവിടുന്ന് ഒരു ഒലിവ് ഗ്രീൻ പഫ് ജാക്കറ്റ് മേടിച്ചു. ബീച്ച് കളറാണ് നോക്കിയത്, ബട്ട് കിട്ടിയില്ല. പിന്നെ വേറെയും കുറേ സാധനങ്ങളൊക്കെ ഇവിടെ മേടിച്ച് ഇനി തിരിച്ച് നേരെ റൂമിലോട്ട് പോവുക. മെട്രോ ഒക്കെ കയറി റൂമിലെത്തി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. പിന്നെ റൈസ് ഓംപ്ലേറ്റും ഉണ്ടാക്കി. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അച്ചാറും ഉണ്ടായിരുന്നു. അതുകൂടെ കൂട്ടി ഞാൻ അങ്ങോട്ട് ലഞ്ച് കഴിച്ചു. വിശന്നിരുന്നുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അടുത്തുള്ള കഫേയിൽ നിന്ന് ഞാൻ ഡിന്നറിനായിട്ടൊരു റാപ്പ് പാഴ്സൽ മേടിച്ചു. അവിടെ 2 പെമ്പിള്ളേർ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. സോ നോട്ട് ചെയ്യല്ലേ. അവിടെ നിന്ന് ഇറങ്ങി ഒരു റിക്ഷ ഹയർ ചെയ്തു. ISBT കാശ്മീരി ഗേറ്റിലെത്തി. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറി ഞാൻ എൻ്റെ വോൾവോ വരാനായി വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ബസ് ബോർഡ് ചെയ്തു. ഇനി അറൗണ്ട് 12 hours ഓഫ് ട്രാവലിംഗ് ഉണ്ട്. സോ ഞാൻ പയ്യെ കിടന്ന് ഉറങ്ങാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ കിടന്നപ്പോഴാണ് ഞാൻ മൂൺ ശ്രദ്ധിച്ചത്. ഹാഫ് മൂൺ ഫേസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു മൂണായിരുന്നു. അങ്ങനെ അതും കണ്ട് ഞാൻ പയ്യെ ഉറങ്ങി ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.